അഞ്ജന. ഞാൻ തലല്ലപ്പറമ്പിൽ നിന്ന് വരുന്നത്. ആഗസ്റ്റ് 13, 2025 ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ജർമ്മൻ പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ജർമ്മൻ പരീക്ഷ എഴുതി. എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാവാൻ സാധിച്ചില്ല. എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം വന്ന് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിട്ട് ഒരു ഐഡിയ ഇല്ലാണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ എക്സാം എഴുതണ്ടെന്ന് തന്നെ വിചാരിച്ചു. അങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് ബസ്സിൽ കടന്ന് കൃപാസന മാതാവിൻ്റെ ലോക്കറ്റ് കിട്ടി. അതിനുശേഷം എനിക്ക് കൃപാസന മാതാവിൻ്റെ കൊന്ത കിട്ടി. പിന്നെ എനിക്ക് പത്രങ്ങളൊക്കെ കിട്ടാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് തോന്നി ഇവിടെ വന്ന് പ്രാർത്ഥിക്കണം തോന്നി. അപ്പം ഞാൻ അമ്മയോടും അടുത്തുള്ളവരോടൊക്കെ കൃപാസന മാതാവിനെ കുറിച്ച് അന്വേഷിച്ച്, പള്ളി എവിടെയാണെന്ന് അന്വേഷിച്ച് എല്ലാം തിരക്കി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത്. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് എനിക്ക് ഇവിടുന്ന് പോണതിന് മുമ്പ് മാതാവിൻ്റെ കൂടെ ഉണ്ടാവണം എന്നെനിക്ക് ഒരിക്കലും ഒരു തെളിവ് തന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞു. അപ്പം ഞാൻ ഈ മാതാവിൻ്റെ ഇവിടെ തൊട്ട് പ്രാർത്ഥിച്ച് സഞ്ചാരി മാതാവല്ലേ എൻ്റെ കൂടെ വന്നം, എനിക്കൊരു തെളിവ് തന്നെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ B1 പാസ്സാവണമെന്നാണ് ഉടമ്പടിയിൽ എഴുതി വെച്ചത്. ഞാൻ ഇവിടുന്ന് പ്രാർത്ഥിച്ച് പോയി. ഞാൻ പോണ വഴിക്ക് എനിക്ക് ഭയങ്കരമായിട്ട് മുല്ലപ്പൂവിൻ്റെ മണം വന്ന്. ഞാൻ ചുറ്റിനും നോക്കി, എങ്ങും കണ്ടില്ല ഒന്നും. ഞാൻ പെട്ടെന്ന് കൈ കൊണ്ടിങ്ങനെ മൂക്കിലിങ്ങനെ പിടിച്ചപ്പോഴത്തേക്കും ഞാൻ മാതാവിൻ്റെ വലത് കയ്യിലാണ് മാതാവിനെ തൊട്ട് ഞാൻ പ്രാർത്ഥിച്ചത്. അപ്പം എൻ്റെ ഈ കൈ നിറച്ച് ഭയങ്കരമായിട്ട് മുല്ലപ്പൂവിൻ്റെ മണം വന്ന്. അപ്പം എനിക്ക് ഉറപ്പായി എനിക്ക് എങ്ങനെയെങ്കിലും പാസ്സാവാൻ പറ്റുമെന്ന്. ഞാൻ പിന്നെ ഡേറ്റൊക്കെ എടുത്തിട്ടാണ് ഇവിടെ ഉടമ്പടി എടുത്തത്. എക്സാമിന് വേണ്ടി പ്രാക്ടീസ് ചെയ്ത് കുറേ പഠിച്ച്. അപ്പോൾ എക്സാം എഴുതാനായിട്ട് പോയി. ഇനി കോയമ്പത്തൂരാണ് ഡേറ്റ് കിട്ടിയത്. അപ്പോൾ എക്സാമിൻ്റെ ഡേറ്റ് കിട്ടാൻ ഭയങ്കര പാടുള്ള സമയമായിരുന്നു. പക്ഷേ എനിക്ക് ഡേറ്റ് കിട്ടി. ഞാൻ എക്സാമിന് വന്ന് കാശ് രൂപം കൊണ്ട് എക്സാമിന് കയറിയത്. അപ്പോൾ എക്സാമിന് കയറുന്നതിന് മുമ്പ് ഞാൻ അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ച്. അത് 2ാമത്തെ വട്ടം ഇവിടെ വരുന്നത്. എനിക്ക് ഇനി ഒരു വട്ടം കൂടെ എക്സാം എഴുതാൻ വരേണ്ട അവസ്ഥ വരുത്തരുത്, എനിക്ക് പാസ്സാവണമെന്ന് ഞാൻ പ്രാർത്ഥിച്ച്. ഞാൻ എക്സാമൊക്കെ എഴുതി പോയി. പക്ഷേ എക്സാം കുഴപ്പമില്ലായിരുന്നു. എന്നാലും എന്നെക്കൊണ്ടാവത്തില്ല, മാതാവിനെ സഹായിക്കണം എന്ന് തന്നെ അപ്പോഴും ഞാൻ പറഞ്ഞത്. സ്പീക്കിംഗ് ഒക്കെ ആണെങ്കിൽ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കന്ന് മാതാവ് ഇടപെട്ട് എനിക്ക് ഒത്തിരി നന്നായി തന്നെ സ്പീക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. പിന്നെ ഞാൻ വീട്ടിൽ വന്ന് 1 മാസം കഴിയുമ്പോൾ നമുക്ക് എക്സാമിൻ്റെ റിസൾട്ട് വരുന്നത്. അപ്പോൾ റിസൾട്ട് വരുന്നതിന് 2 ദിവസം മുമ്പ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് എൻ്റെ നീലത്തിരിയിൽ മാതാവ് ഇരിക്കുന്ന രൂപം എനിക്ക് കിട്ടി. അപ്പം എനിക്ക് മനസ്സിലായ മാതാവ് എങ്ങനെയെങ്കിലും എന്നെ പാസ്സാകാതിരിക്കത്തില്ല എന്ന്. പക്ഷെ ഉള്ളിൽ പേടിയുണ്ട്, എന്നാൽ മാതാവ് രക്ഷിക്കുമെന്ന് പറയാം. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, ഞാൻ റിസൾട്ട് എന്താണെങ്കിലും ഞാൻ തന്നെ തുറന്നു നോക്കത്തില്ല, ഇവിടെ വന്ന് മാതാവിനെ ഞാൻ ആദ്യം കാണിക്കുള്ളൂ എന്ന് പറഞ്ഞു. റിസൾട്ട് വന്ന് വീട്ടുകാരോടും ഒന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു സാധനം കിട്ടിയിട്ടുണ്ട്, ഞാൻ പള്ളിയിൽ പോയി മാതാവിനെ കണ്ട് പറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ വന്നു. അപ്പം നോപ്പറ്റ് നോക്കിയപ്പോൾ എനിക്ക് നല്ല മാർക്കുണ്ടായിരുന്നു. അത്രയും മാർക്കൊന്നും എനിക്ക് ഒരിക്കലും കിട്ടത്തില്ല. മാതാവിൻ്റെ ഇടപെടലോട് മാത്രമാണ് എനിക്ക് അത്രയും മാർക്ക് കിട്ടിയത്. ജസ്റ്റ് പാസ് മാർക്കിന് പകരം സാറ്റിസ്ഫാക്ടറി എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഇതിലാണ് എനിക്ക് പാസ്സാകാൻ സാധിച്ചത്. ആദ്യത്തെ ഉടമ്പടി തന്നെ എനിക്ക് മാതാവിൻ്റെ വിശുദ്ധ വസ്തുവായിട്ടുള്ള മെഴുകുതിരി കയ്യിൽ പിടിക്കാനായിട്ട് പറ്റി. പിന്നെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് എനിക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ എത്രയും റെഡിയാക്കി തന്നെന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ പഠിക്കുന്ന സ്ഥലത്ത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയി. ഞാൻ പഠിക്കാൻ പോകുമായിരുന്ന വിഷയം എനിക്ക് എടുക്കാൻ പറ്റാണ്ടായി. എന്ത് ചെയ്യണമെന്ന് അറിയാണ്ടിരുന്നപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട് ജർമ്മനിലുണ്ട്, അവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവൻ അവിടുത്തെ വലിയൊരാളോട് സംസാരിച്ച് പെട്ടെന്ന് എനിക്കൊരു ദിവസം വാട്സപ്പിൽ മെസ്സേജ് വന്ന്, ഞാൻ ജർമ്മനിയിൽ നിന്നാണ്, എനിക്ക് നിൻ്റെ ഡീറ്റെയിൽസ് കിട്ടി, പെട്ടെന്ന് നിൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ എനിക്ക് അയച്ചു തരാനായിട്ട് പറഞ്ഞ് ഞാൻ അവർക്ക് എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അയച്ചു ചെയ്ത് കൊടുത്തു. അപ്പോൾ അവരെനിക്ക് പറഞ്ഞ്, നിനക്ക് 2 ദിവസത്തിനുള്ളിൽ ഞാനൊരു ഇൻ്റർവ്യൂ തരാം, നീ അതിന് വേണ്ടി പ്രിപ്പയർ ആവാൻ പറഞ്ഞു. പെട്ടെന്ന് ആയതുകൊണ്ട് എനിക്ക് ടെൻഷനായിരുന്നു. പക്ഷേ എപ്പോഴും ഞാൻ മാതാവിൻ്റെ കാശ് രൂപം പിടിച്ചിട്ട് ഞാൻ മാതാവിനോട് പറയും, എനിക്ക് അറിയില്ല, എന്താണെന്ന് വെച്ചാൽ എനിക്ക് ചെയ്തു തന്നെ, എനിക്ക് വേണ്ടി സംസാരിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ജർമ്മൻ അധികം സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് അവരെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ അന്ന് എന്നോട് സമാധാനമായിട്ട് സംസാരിച്ച് എന്നോട് അവർ പറഞ്ഞ്, ജർമ്മനിലുള്ളൊരു മേഡം തന്നെ എന്നോട് പറഞ്ഞ്, നിനക്ക് ഞാൻ സ്പെഷ്യൽ ക്ലാസ് തരാം, നീ അത് അറ്റൻഡ് ചെയ്യ്, നിനക്ക് സാധിക്കും എന്നൊക്കെ പറഞ്ഞു. പിന്നെ എനിക്ക് ക്ലാസ്സുകൾ വെച്ചു. ഞാൻ അവരുടെ എല്ലാ ക്ലാസ്സും അറ്റൻഡ് ചെയ്തു. എനിക്ക് മെയിൻ ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് വന്നു. ഞാൻ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തു. കുറേ അധികം ക്വസ്റ്റ്യൻസ് എനിക്ക് അവർ തന്നു. എല്ലാം പഠിച്ചു. പക്ഷേ എന്നാലും എനിക്ക് മറവിയുടെ പ്രശ്നമുണ്ട്, ഏതൊക്കെ വരും എന്നുള്ള പ്രശ്നമുണ്ട്. ഒത്തിരി പ്രശ്നങ്ങൾ വന്നപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, എനിക്കറിയില്ല ഏത് ക്വസ്റ്റ്യൻ വരും, ഇതിലേതൊക്കെ ഞാൻ ഓർത്തിരിക്കും, ഒന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞു. ഇൻ്റർവ്യൂവിൻ്റെ ഒരു 5 മിനിറ്റ് മുമ്പ് ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞു, ഏതൊക്കെ ക്വസ്റ്റ്യൻ പഠിക്കണം എന്ന് എനിക്കറിയില്ല, എന്ത് ചെയ്യുമെന്ന് ഞാൻ ചോദിച്ച്. അപ്പം ഞാൻ അവനോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ അവൻ എന്നോട് പറഞ്ഞ് ഒരു 3 ക്വസ്റ്റ്യൻ എനിക്ക് പറഞ്ഞു തന്നു. ഈ 3 ക്വസ്റ്റ്യൻ നീ പഠിച്ചോ, അത് ഉറപ്പായിട്ടും ചോദിക്കുമെന്ന് പറഞ്ഞു. ഞാനത് മാതാവ് എന്നോട് പറഞ്ഞായിട്ടുള്ള രീതിയിൽ ഞാൻ എടുത്ത് ഇൻ്റർവ്യൂവിന് കയറി എൻ്റെ പേരും കാര്യങ്ങളും ചോദിച്ച്. അത് കഴിഞ്ഞപ്പോൾ എന്നോട് അവൻ എന്ത് ക്വസ്റ്റ്യനോട് പറഞ്ഞാൽ 3 ക്വസ്റ്റ്യൻ മാത്രമേ എനിക്ക് ഇൻ്റർവ്യൂവിൽ ചോദിച്ചുള്ളൂ. എൻ്റെ അന്ന് വൈകിട്ട് തന്നെ എനിക്ക് അവർ മെസ്സേജ് അയച്ചു, നീ ഇൻ്റർവ്യൂവിൽ പാസ്സായിട്ടുണ്ട്,
നന്നായിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, വിസയുടെ കാര്യങ്ങളൊക്കെ എത്രയും വേഗം റെഡിയാക്കുവാണ് ഞങ്ങളെന്ന് പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ ഉടനെ പൈസ വേണം, നമ്മൾ ജർമ്മനി പോകാൻ അത്യാവശ്യം നല്ല എമൗണ്ട് തന്നെ ആവും, പെട്ടെന്നായതുകൊണ്ട് അത്രയും പൈസ എടുക്കാൻ ഉണ്ടാവില്ല. ഉടനെ തന്നെ അവർ പറഞ്ഞു എമൗണ്ടൊക്കെ റെഡിയാക്കിക്കോന്ന്. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ അത്രയും പൈസ എനിക്ക് എടുക്കാൻ ഉണ്ടാവില്ല, എനിക്ക് അധികം പൈസയിൽ തന്നെ പോകാനായിട്ട് സാധിക്കണം എന്ന് പറഞ്ഞു. ഒരു ഏജൻസിയുടെ ഒന്നിൻ്റെയും ഇതില്ലാതെ തന്നെ മാതാവ് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു. വലിയ പൈസ ഇല്ലാണ്ട് എനിക്ക് ജർമ്മനി പോകാനായിട്ട് ഇപ്പോൾ സാധിച്ചു. കഴിഞ്ഞ ദിവസം എൻ്റെ വിസയ്ക്കുള്ള ഡേറ്റ് വന്നു. എനിക്ക് ഒറ്റയ്ക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നതൊക്കെ ഏജൻസി വഴിയാണ് എല്ലാവരും എല്ലാം ചെയ്യുന്നത്. പക്ഷേ എന്നോട് അവർ തന്നെ അപ്ലൈ ചെയ്യാൻ പറഞ്ഞു, കാരണം ഞാൻ ഏജൻസി വഴിയല്ല പോകണം, ജർമ്മനിലുള്ള ഒരു മേഡം വഴി ഡയറക്റ്റ് പോവുക. അപ്പോൾ എങ്ങനെ ചെയ്യണമെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, ഓരോ ഓപ്ഷൻ വരുമ്പോൾ എനിക്ക് കറക്റ്റായിട്ട് ഇത് പറഞ്ഞു തരണമെന്ന് പറഞ്ഞു, അത് ഓരോന്ന് എനിക്ക് എടുത്ത് മനസ്സിലാക്കി തന്നെന്ന് പറഞ്ഞു. അതൊക്കെ ചെയ്ത് എനിക്ക് മാതാവ് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നു. എൻ്റെ വിസയുടെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി, എനിക്ക് ഡേറ്റ് കിട്ടി. ഞാൻ കൊച്ചിയിലായിരുന്നു എനിക്ക് ഡേറ്റ് കിട്ടിയത്. ഞാൻ അവിടെ പോയി കാര്യങ്ങളൊക്കെ ചെയ്തു. കഴിഞ്ഞ ദിവസം എൻ്റെ വിസ വന്ന് ഈ ആഗസ്റ്റ് 1 ഞാൻ ജർമ്മനിയിലേക്ക് പോവാണ്. മാതാവ് വഴി എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടി. അപ്പോൾ എനിക്ക് മാതാവ് വഴി മാത്രമേ എനിക്ക് ജർമ്മനി പോകാൻ സാധിച്ചത്. എനിക്ക് അല്ലാണ്ട് എൻ്റെ ഒരു കഴിവ് വെച്ചിട്ട് എനിക്ക് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം എല്ലാ കാര്യത്തിലും പേടിച്ച് മാറി നിൽക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ മാതാവ് എന്നെ ഒത്തിരി സഹായിച്ചു. പിന്നെ എൻ്റെ അമ്മയ്ക്ക് ഷുഗറുള്ള ആളാണ്. അപ്പോൾ അമ്മയ്ക്ക് പെട്ടെന്ന് ഇങ്ങനെ മീൻ്റെ മുള്ളുണ്ട്, പിന്നെ പൊള്ളി കൈ ആകെ പഴുത്ത്. പക്ഷേ ഷുഗറൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഉണങ്ങുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടുള്ള കാര്യമാണ്. പക്ഷെ കുഴപ്പമുണ്ടാവില്ലെന്ന് വിചാരിച്ചത്, പക്ഷേ പേടിയായിരുന്നു മാറുമോ ഇല്ലയെന്ന്. മാതാവിൻ്റെ ഉപ്പും തൈലവും തേച്ച് എല്ലാ ദിവസവും പ്രാർത്ഥിച്ച് മരുന്നുകളും കൂടെ ചെയ്ത് കൂടെ ഇതും ചെയ്ത് മാതാവ് വഴി തന്നെ എത്രയും വേഗം അത് ഉണങ്ങി കിട്ടി. ഇപ്പം അമ്മയ്ക്ക് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. അന്നേരം ഷുഗർ കുറച്ച് കൂടുതലായിരുന്നു, ഇപ്പം ഷുഗർ കുറഞ്ഞ് ഇപ്പം എല്ലാ കാര്യങ്ങളും ഓക്കെ ആയി. എല്ലാം മാതാവ് വഴിയാണ്. ഒത്തിരി നന്ദിയുണ്ട്. ഇനിയും ഈ ഉടമ്പടി തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഇവിടുന്ന് ഞാൻ ജർമ്മനി പോയാലും അതിൽ മാറ്റം ഉണ്ടാവില്ല. മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി. പിന്നെ ഞാൻ ഈ പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് ഞാൻ ഓൺലൈനിലായിരുന്നു കുറച്ച് കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കുന്നതുകൊണ്ട് മാതാവിനോട് ഞാൻ പറഞ്ഞു, എന്തായാലും ഞാൻ വെറുതെ ഇരിക്കുക, എനിക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ സൈഡായിട്ട് ചെറിയൊരു ജോലി എൻ്റെ വീടിനടുത്ത് തന്നെ എനിക്ക് കിട്ടണമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച്. അങ്ങനെ എനിക്ക് അവിടെ തന്നെ ഒരു ഫിനാൻസിൽ കളക്ഷൻ സ്റ്റാഫായിട്ട് ജോലി കിട്ടി. അതിലൂടെ എനിക്ക് പ്രേക്ഷിത പ്രവർത്തികളൊക്കെ ചെയ്യാൻ സാധിച്ചു. എനിക്ക് പത്രം എങ്ങനെ കൊടുക്കണം, എവിടെ കൊണ്ട് കൊടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഭയങ്കര പേടിയായിരുന്നു. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു എനിക്ക് അതിനും കൂടി ഒരു വഴി കാണിച്ചു തന്നെന്ന്. അപ്പോൾ കളക്ഷന് എല്ലാവർക്കും ഓരോ റൂട്ടായിരിക്കും, പക്ഷേ എനിക്ക് മാത്രം 3 റൂട്ട് തന്ന് ആ 3 റൂട്ടുകളിൽ എല്ലായിടത്തും പോയി എനിക്ക് പത്രം കൊടുക്കാൻ സാധിച്ചു. പിന്നെ എന്നാലാവുന്ന വിധം ചെറിയ പൈസകൾ കൊടുത്ത് എൻ്റെ അടുക്കെ വന്ന് ചോദിച്ചവർക്ക് ഞാൻ സഹായിച്ചു. പിന്നെ ഭക്ഷണങ്ങൾ വാങ്ങിച്ചു കൊടുത്തു, വസ്ത്രങ്ങൾ കൊടുത്തു. ഒത്തിരി ഒന്നും ചെയ്തില്ല, എന്നാലും എന്നെ കൊണ്ടാവുന്ന വിധത്തിൽ ചെയ്യാനായിട്ട് മാതാവ് സഹായിച്ചു. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായം 40 വാക്യങ്ങൾ. ഞാൻ അവരുമായി ശാശ്വതമായ ഉടമ്പടി ഉണ്ടാക്കും, അവർക്ക് നന്മ ചെയ്യുന്നതിൽ നിന്ന് ഞാൻ പിന്തിരിയുകയില്ല. അവർ എന്നിൽ നിന്ന് പിന്തിരിയാതിരിക്കാൻ എന്നോടുള്ള ഭക്തി ഞാൻ അവരുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കും. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് അഞ്ജന അശോക് തലയോലപ്പറമ്പ് തൻ്റെ അനുഭവ സാക്ഷ്യം നമുക്ക് മുമ്പിൽ വ്യക്തമാക്കുകയായിരുന്നു. ഈ മകളുടെ വാക്കുകളിൽ തന്നെ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു. ഈ മകളുടെ സാക്ഷ്യം തനിക്ക് ജർമ്മനിയിലേക്ക് പോകുവാനുള്ള കാര്യങ്ങൾ റെഡിയാകുകയും അതോടൊപ്പം തന്നെ ജർമ്മൻ B1 പാസ്സാവുക എന്നുള്ളൊരു വലിയൊരു കടമ്പയായിട്ടാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ യാത്രക്കിടയിൽ പരിശുദ്ധ മാതാവിൻ്റെ ഒരു കാശുരൂപം കിട്ടുകയും അതിനിടയിൽ സഞ്ചാരി മാതാവിൻ്റെ സാന്നിധ്യം തനിക്ക് അനുഭവിച്ചറിഞ്ഞ് അതോടൊപ്പം തന്നെ പരിശുദ്ധമ്മയെക്കുറിച്ച് അറിയുവാനും ഈ സ്ഥലത്തെക്കുറിച്ച് അറിഞ്ഞുകൊണ്ട് ഇവിടേക്ക് വന്ന് ഉടമ്പെടുക്കാനുണ്ടായത് തനിക്ക് ജർമ്മനിയിലേക്ക് പോകുവാനുള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു. അത് പരിശുദ്ധമ്മ പൂർണ്ണമായിട്ടും ഈ മകളെ അനുഗ്രഹിക്കുകയും ചെയ്തു. തനിക്ക് എല്ലാ കാര്യങ്ങൾക്കും ഭയമുണ്ടായിരുന്നെങ്കിലും പരിശുദ്ധമ്മ അതെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് തനിക്കത് പാസ്സാകാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയും അതോടൊപ്പം തന്നെ ഏജൻസിയുടെ സഹായമില്ലാതെ കണ്ട് തന്നെ ജർമ്മനി ഒരു ഫ്രണ്ട് വഴിയും അവിടുന്ന് ഡയറക്റ്റായിട്ട് ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യുകയും അത് പൂർണ്ണമായിട്ടും ഈ മകൾക്ക് ജർമ്മനിയിലേക്ക് പോകാനുള്ളൊരു വലിയ അവസരം ഒരുക്കി കൊടുക്കുകയാണ്. സാധാരണ നമുക്ക് ഒത്തിരിയേറെ പൈസ കൊടുക്കണമെങ്കിലും അത് ഈ മകളുടെ ഉടമ്പടിയിൽ വെച്ചൊരു നിയമം തന്നെയായിരുന്നു. എനിക്ക് സാധിക്കുന്ന രീതിയിൽ മാത്രമാണ് പൈസ കൊടുക്കാനായിട്ട് പറ്റുക, അതിനൊത്തുള്ള രീതിയിൽ മാത്രം അമ്മ എൻ്റെ ജീവിതത്തിൽ
ഇടപെടണമെന്നുള്ളത്. അത് പരിശുദ്ധ അമ്മ ഇടപെട്ടുകൊണ്ട് മറ്റൊരു ഏജൻസിയുടെ സഹായമൊന്നുമില്ലാതെ കണ്ട് തന്നെ ജർമ്മനി തന്നെ അവിടുന്ന് നേരിട്ട് ഒരു മേടത്തിലൂടെയാണെങ്കിലും വ്യക്തിയുടെയാണെങ്കിലും അത് വലിയൊരു സഹായമായിട്ട് ഈ മകൾക്ക് ജർമ്മനിയിലേക്ക് പോകുവാനുള്ള എല്ലാ കാര്യങ്ങളും സജ്ജീകരണമൊക്കെ പരിശുദ്ധ അമ്മ ചെയ്തു കൊടുക്കേണ്ടത് നമുക്ക് ഈ വാക്കിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രേക്ഷിത പ്രവർത്തനമാണെങ്കിലും താൻ തൻ്റെ വ്യക്തി ജീവിതത്തിലൂടെ പരിശുദ്ധ അമ്മയോട് ചോദിച്ചൊരു കാര്യം തന്നെയാണ്, ഞാൻ ഈ ജീവിതത്തിൽ ഇവിടെ ആയിരിക്കുമ്പോൾ താൽക്കാലികമായിട്ടൊരു ജോലി ലഭിക്കുക എന്നുള്ളത്. എന്നാൽ അതിനോട് ചേർന്നുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ സാക്ഷിയായിട്ട് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് പരിശുദ്ധ അമ്മ ഒരു വലിയ അനുഗ്രഹങ്ങൾ നൽകി ഈ മകളെ അനുഗ്രഹിക്കുകയും ചെയ്തു. ഇനി മുമ്പോട്ടുള്ള ഈ മകളുടെ ജീവിതത്തിൽ ഈ മകളെ പ്രകാരം ഇവിടെ നിന്ന് അൾത്താരയ്ക്ക് മുമ്പിൽ പരിശുദ്ധ അമ്മയുടെ സാക്ഷിയായിട്ട് പറയുന്നു, ഇനി മുമ്പോട്ട് ഉടമ്പടിയിൽ ജീവിക്കാമെന്നുള്ളത്. ഇനി മുമ്പോട്ട് പോകുമ്പോൾ പരിശുദ്ധ അമ്മ ഈ മകളെയും ഇനി അനുഗ്രഹിക്കട്ടെ എന്നും പരിശുദ്ധ അമ്മ പ്രതീക്ഷിക്കുന്ന സാക്ഷിയായിട്ട് മാറ്റട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മളെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഈ അൾത്താർ ഉയർത്തട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.